പ്രസിഡന്റ് തെക്കേടത്ത് ടി.ആർ. രാമൻപിള്ളയുടെ 17ാം അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ 12-ന് കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ടി.ആർ. രാമൻപിള്ളയുടെ ഫോട്ടോ അനാച്ഛാദനം മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയും അനുസ്മരണ പ്രഭാഷണം സുപ്രീം കോടതി മുൻ ജഡ്ജി സിറിയക് ജോസഫും നിർവഹിക്കും. രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കോട്ടയം മുൻ ഡി.സി.സി പ്രസിഡന്റ് തെക്കേടത്ത് ടി.ആർ. രാമൻപിള്ളയുടെ 17ാമത് അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ 12-ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3:30-ന് നടക്കുന്ന സമ്മേളനത്തിൽ ടി.ആർ. രാമൻപിള്ളയുടെ ഫോട്ടോ അനാച്ഛാദനം മുൻ മന്ത്രി എം.എൽ.എ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോൺഗ്രസ് കടുത്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി സിറിയക് ജോസഫ് അനുസ്മരണ പ്രസംഗം നടത്തും. മുൻ മന്ത്രി കെ.സി. ജോസഫ്, എം.എൽ.എ. മോൻസ് ജോസഫ്, കെ.പി.സി.സി എക്സിക്യൂട്ടീവ് മെമ്പർ ടോമി കല്ലാനി, ഡി.സി.സി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, പി.എം. മാത്യു, ഫിലിപ്പ് ജോസഫ്, പി.എസ്. റഘുറാം, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, ടി.ടി. പ്രദീപ് കുമാർ, സുനു ജോർജ്, കോൺഗ്രസ് ജനപ്രതിനിധികൾ, വിവിധ സഹകരണ സ്ഥാപന അധ്യക്ഷന്മാർ, ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി, ഡി.സി.സി മെമ്പറും അർബൻ ബാങ്ക് ചെയർമാനുമായ എം.കെ. സാംബുജി, ടി.ആർ. ശ്രീകുമാർ തെക്കേടത്ത്, ടോമി പ്രാലടിയിൽ, ജോയി മണലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 12-ാം തീയതി ചരമ വാർഷിക ദിനത്തിൽ ഗൗരീശങ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം 3:30-ന് കേരളത്തിന്റെ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്യും. പ്രിയപ്പെട്ട ടി.ആർ. രാമപിള്ള സാറിനെ കുറിച്ചുള്ള വലിയ ഓർമ്മകൾ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ടി.ആർ. രാമപിള്ള സാറിൻ്റെ സതീർത്ഥനും കൂടിയായിട്ടുള്ള സിറിയക് ജോസഫ് സാറ് സംസാരിക്കും. കേരള കോൺഗ്രസിൻ്റെ ജനന സമയത്ത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ബഹുജന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോട്ടയം ഡി.സി.സിയുടെ പ്രസിഡൻ്റായിരിക്കാൻ അവസരം ലഭിച്ച ഒരു ബഹുമാന്യ വ്യക്തിയാണ് ശ്രീ ടി.ആർ. രാമപിള്ള അവർ. ശ്രീമാൻ കെ. കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളായിട്ടും വാദികളായിട്ടും ഒക്കെ നടന്ന രാജൻ കേസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളിലും കേരള ഹൈക്കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു അറിയപ്പെടുന്ന പ്രമുഖ നിയമജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.